നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന 5 മരുന്നുകളുണ്ട്. പാവഭംഗിലമായി പോയ, കറ പുരണ്ടുപോയ, മോശമായി പോയ നമ്മുടെ ഹൃദയങ്ങളെ സംശുദ്ധീകരിച്ചെടുക്കാൻ 5 മരുന്നുകൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അദ്കിയിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ആ മരുന്നുകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന 5 മരുന്നുകളുണ്ട്. അവ ഏതൊക്കെയാണ്? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്കിയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വദവാഉ ഖൽബിന ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബതനിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തളർറുഉ ബിസ്സഹറ വമുജാലിസാതു സ്വാലിഹീനൽ ഫുളലാ. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന 5 മരുന്നുകൾ. അതിൽ ഒന്നാമത്തത് ഫതിലാവത്തുൻ, ഖുർആൻ പാരായണം ചെയ്യലാണ്. നിത്യമായി ഖുർആൻ പാരായണം ചെയ്യുക. എപ്പോഴും ഖുർആനുമായിട്ടൊരു അഭേദ്യമായ ബന്ധം നമുക്കുണ്ടാവുക. ഖുർആനുമായി ബന്ധമില്ലാത്തവന്റെ ഹൃദയം മോശമായി പോകും, കട്ടിയായി പോകും. അവന്റെ ഹൃദയം കൊണ്ടൊരു കാര്യവും ഇല്ലാതായി പോകും. എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്നവന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും, എപ്പോഴും നല്ല ഹൃദയമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാകണം. സുബ്ഹിന്റെ സമയത്തൊക്കെ എഴുന്നേറ്റ് ഖുർആൻ പാരായണം ചെയ്യുക. തഹജ്ജുദിന് എഴുന്നേൽക്കുക. സുബ്ഹിന്റെ മുമ്പായിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് സുബ്ഹ് ബാങ്കിനെയും പ്രതീക്ഷിച്ചിരുന്നാൽ മാഷാ അല്ലാഹ് മഅദല്ലാഹ് എന്ത് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വലിയ പ്രതിഫലം, അതിനേക്കാൾ വലിയ കാര്യം മറ്റേതാണുള്ളത്. അതുകൊണ്ട് ഖുർആൻ പാരായണം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് വലിയൊരു കാര്യമാണ്. ഖുർആൻ പാരായണം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഖുർആനുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാകണം. ഖുർആൻ എപ്പോഴും ഹിഫ്ളാക്കി വെക്കാൻ സൂക്ഷിക്കണം. അത് മറന്നു പോകാൻ പാടില്ല. ഹിഫ്ളാക്കി വെച്ചാൽ എന്ത് ചെയ്യണം? അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത് എപ്പോഴും ഓതിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അത് മറക്കാതിരിക്കുക. അപ്പൊ ഖുർആനുമായിട്ട് ബന്ധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തെ നന്നാക്കാനുള്ള ഒരു മരുന്നാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ബി തദബ്ബുരിൽ മഅന, അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്താൽ അത് വലിയ ഗുണമാണ്. അത് അറിയാത്തവർക്ക് പ്രശ്നമില്ല. അറിയുന്നവർ അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്താൽ ആ ഖുർആനിൽ പറഞ്ഞ അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ എന്തോരം പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വലിയ പ്രതിഫലല്ലേ നമുക്ക് ലഭിക്കുക. അർത്ഥം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര മഹത്തമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്തതായിട്ട് വലിൽ ബതനിൽ ഖലാം, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല, ഇത് മാത്രം പറയരുതെന്ന് പറയും. വയറിനെ കാലിയാക്കി വെക്കുക. വയറെപ്പോഴും നല്ലോണം ഓവറായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. മിതമായ ഭക്ഷണം, അതാണ്. മിതമായിട്ട് നമ്മൾ കഴിച്ചാൽ നമ്മൾ എപ്പോഴും ആരോഗ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് സൂമു വതസിഹു, നിങ്ങൾ നോമ്പെടുക്കുവിൻ, ആരോഗ്യമുള്ളവരാവുകിൻ എന്ന്. നോമ്പെടുത്താൽ ആരോഗ്യം നമുക്ക് ലഭിക്കുമെന്നാണ്. ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ് നോമ്പ് എന്ന് പറയുന്നത്. അല്ലാതെ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാലല്ല ആരോഗ്യം ഉണ്ടാവുക. മിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യം വർദ്ധിക്കുക. അതുകൊണ്ട് അമിതമായിട്ട് ഭക്ഷണം കഴിക്കരുത്. വയറിനെ 3ആക്കി തിരിക്കുക. ഒരു ഭാഗം വെള്ളത്തിനും മറ്റൊരു ഭാഗം ഭക്ഷണത്തിനും മറ്റൊരു ഭാഗം വെറുതെ ഒഴിച്ചിടണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രധാന അസുഖങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. പുറത്തൊക്കെ പോയിട്ട് ഫാസ്റ്റ് ഫുഡൊക്കെ അമിതമായിട്ട് കഴിക്കുകയാണ്. രാത്രിയില്ല, പകലില്ല, പാതിരാത്രിയൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ പോയി കിടന്നുറങ്ങുകയാണ്. അതൊന്ന് ദഹിക്കാൻ പോലും സമയം അവിടെ നൽകുന്നില്ല. എപ്പോഴും രാത്രി വൈകി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ്. എപ്പോഴും പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കുക, അത് ഒഴിവാക്കാൻ പാടില്ല. പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുക. പിന്നെ രാത്രിത്തെ ഭക്ഷണം മഗ്‌രിബിന് ശേഷം എന്ത് ചെയ്യുക? കഴിക്കുക, ഇശാഇന് മുമ്പായിട്ട്. എന്നിട്ട് ഇശാ നിസ്കരിച്ച് എന്ത് ചെയ്യുക? നേരെ കിടന്നുറങ്ങുകയാണ് വേണ്ടത്. അല്ലാതെ പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ കുറെ സംസാരിക്കാൻ ഇരിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ നേരെ കിടന്നുറങ്ങണമെന്നാണ്. ജോലിക്കാരും മറ്റും അവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ജോലി ചെയ്യുന്ന ആളുകൾ, ഡ്യൂട്ടിയുള്ള ആളുകൾ, അവരെ കുറിച്ചല്ല പറഞ്ഞത്. ഇപ്പൊ ഒരു പണിയും ഇല്ലാതെ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ആ സമയത്ത് വെറുതെ ഇരിക്കുന്നവർ, ഇഷാക്ക് ശേഷം വെറുതെ സംസാരിച്ചിരിക്കുന്നവർ, ഇഷാക്ക് ശേഷം ജോലി ഉള്ളവരുണ്ടാകും, രാത്രി ഡ്യൂട്ടി ഉള്ളവരുണ്ടാകും, അവരെ കുറിച്ചല്ല പറഞ്ഞത്. എന്ത് ചെയ്യാം? വെറുതെ ഇരുന്ന് സംസാരിച്ച് സമയം കളയാൻ പാടില്ല എന്നതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഭക്ഷണം എപ്പോഴും മഗ്‌രിബിന്റെ മുമ്പ് കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഭക്ഷണം 2 നേരം കഴിച്ചാലും മതി. രാവിലെയും ഒന്ന് ഉച്ചക്കൊക്കെ കഴിച്ചാലും മതി. 2 നേരം കഴിച്ചിരുന്ന മഹാന്മാരുണ്ടായിരുന്നു ഭക്ഷണം.
അപ്പോൾ അവരൊക്കെ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചിരുന്നവരാണ്. നമ്മളൊക്കെ ഇന്ന് എങ്ങനെയാണ് അവസ്ഥ? നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, തിന്നാൻ വേണ്ടി ജീവിക്കുന്ന പോലെയാണ് ഇന്നത്തെ കാലഘട്ടം. വൃത്തിയില്ലാത്ത ഈ പുറത്തൊക്കെ പോയിട്ട് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തെ നാശമാക്കും, നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് വൃത്തിയുള്ള നല്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. കഴിക്കുകയാണെങ്കിൽ, പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കുക. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും ഭക്ഷണം മിതമായിട്ട് കഴിക്കുക. നമുക്ക് അത്യാവശ്യം വിശപ്പ് മാറാനുള്ളത് കഴിക്കുക, അതാണ് നല്ലത്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും അതാണ് ഗുണകരം. അല്ലെങ്കിൽ ക്യാൻസറിനും മറ്റു മാരകമായ രോഗങ്ങൾക്കൊക്കെ അടിമപ്പെടേണ്ടി വരും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എത്ര ക്യാൻസർ റീജിയണൽ സെന്ററുകൾ, ഓരോ ജില്ലകളിലും ഓരോ ക്യാൻസറിന്റെ ഹോസ്പിറ്റലുകൾ ഇന്ന് ഉയർന്നു വരികയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്ര മാരകമായ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പൊ ഭക്ഷണം മിതമായിട്ട് കഴിക്കുക, അമിതമാക്കാൻ പാടില്ല. ഇനി അടുത്തത് പറയുന്നത് രാത്രി എന്ത് ചെയ്യുക? നിസ്കരിക്കുക. രാത്രിയുള്ള നിസ്കാരം, രാത്രിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരും അറിയാതെ റബ്ബിന്റെ മുമ്പിൽ എന്ത് ചെയ്യുക? നിസ്കരിക്കുക. ആരുമില്ലല്ലോ ആ പാതിരാത്രി സമയത്ത് ഒന്ന് ഉറങ്ങി അത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഖിയാമുൽ ലൈൽ, തഹജ്ജുദൊക്കെ നിസ്കരിച്ചാൽ വലിയ പുണ്യമാണ്. എന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ ആ കരങ്ങൾ അള്ളാഹു തട്ടിക്കളയുകയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് രാത്രിയിലെ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുക. അള്ളാഹും നാമും മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. മറ്റൊരു മഖ്ലൂക്കും അത് കാണുന്നില്ല, അറിയുന്നില്ല. അപ്പൊ അതിന് വലിയ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് രാത്രി എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ നന്നാക്കാൻ കഴിയുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് മുജാലിസാത്തു സ്വാലിഹീനിൽ ഫുള്ളല, നല്ല ആളുകളുമായിട്ട് സഹവസിക്കുക. സ്വാലിഹീങ്ങളായ നല്ല ആളുകളുടെ സുഹബത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഹൃദയത്തെ നന്നാക്കാൻ കഴിയും. നിങ്ങൾ കേട്ടിട്ടില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം. അപ്പോ നല്ല സ്വാലിഹീങ്ങളുമായി സഹവസിച്ചാൽ അവരുടെ ആ സ്വഭാവ ഗുണം നമുക്ക് കിട്ടും. ഇനി നമ്മൾ നല്ല ആളാണെങ്കിലും മോശം ആളുകളുമായിട്ട് സഹവസിച്ചാൽ നമ്മെ മോശമായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് പെടുത്തുക. അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആളുകളെ തിരഞ്ഞെടുക്കണം, നല്ല സ്വാലിഹീങ്ങളായ ആളുകളെ തിരഞ്ഞെടുക്കണം. അവരുടെ സുഹബത്ത് നമ്മൾ ഉണ്ടാക്കണം. അത് നമ്മുടെ സ്വഭാവവും എല്ലാം നന്നാവുതകും. നല്ല ആലിമീങ്ങളുമായിട്ട് സഹവസിച്ചാൽ നമ്മുടെ ഇൽമു വർദ്ധിക്കും, നമ്മുടെ അറിവ് കൂടും. സ്വാലിഹീങ്ങളുമായിട്ട് സഹവസിച്ചാൽ നമ്മുടെ സ്വഭാവം നന്നാകും. അത് നല്ല ആളുകളെ നമ്മൾ കൂട്ടുകാരായി തിരഞ്ഞെടുക്കണം. പണത്തിന്റെയോ പവറിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇൽമിന്റെയും അറിവിന്റെയും സുഹബത്തിന്റെയും നല്ല നല്ല സ്വഭാവത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ആളുകളെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ. അപ്പൊ എപ്പോഴും നല്ല ആളുകളുമായി സഹവസിക്കുക നമ്മുടെ ഹൃദയം നന്നാക്കാൻ ഉതകുന്ന ഒരു മരുന്നാണ്. അപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രാത്രി എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുക, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക, അർത്ഥമറിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതെ മിതമായിട്ട് ഭക്ഷണം കഴിക്കുക, നല്ല ആളുകളുമായിട്ട് സഹവസിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വിജയം ഉണ്ടാകും, ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എന്നും ചൊല്ലാറുള്ള ദിക്ർ ചൊല്ലി ചെറുതായിട്ട് ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ചെല്ലുക. വളരെ പ്രതിഫലമുള്ള ദിക്റാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. ഇത് നമ്മൾ പ്രഭാതത്തിൽ ചൊല്ലി നമ്മുടെ ജോലിക്ക് ഇറങ്ങിയാൽ, നമ്മുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയാൽ അതിൽ ഖൈറുണ്ടാകും. ഒരു പ്രയാസങ്ങൾ നമുക്ക് ഏൽക്കുകയില്ല. അതുകൊണ്ട് ഈ ദിക്ർ എൻ്റെ കൂടെ ചൊല്ലുക 3 തവണ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്ക്രീനിൽ നൽകാം, അത് നോക്കി ചെല്ലാവുന്നതാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا മുഹമ്മദ്. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ. അല്ലാഹ് ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ നന്നാക്കണേ. അല്ലാഹ് പാപക്കറകൾ കൊണ്ട് കരിപുരണ്ടു പോയ ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ നന്നാക്കണേ റഹ്മാനെ. ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ അല്ലാഹ്. ഈമാനോടുകൂടിയുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെയൊക്കെ കബറിടങ്ങൾ നീ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ നല്ല മക്കളാക്കണേ അല്ലാഹ്.
ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ജോലികൾ, വരുമാന മാർഗ്ഗങ്ങൾ, കച്ചവടങ്ങൾ, ബിസിനസ്സിലൊക്കെ നീ ബർക്കത്തും അഭിവൃദ്ധിയും നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ വിജയം നൽകണേ അല്ലാ. വീടില്ലാത്തവർ വീട് നീ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർ നല്ല മക്കളെ നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവർ അത് പൂർത്തീകരിക്കാനുള്ള സാമ്പത്തിക ശേഷി നീ നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർ ഹൈറായ ജോലികൾ നീ നൽകണേ അല്ലാ. അസുഖവും മറ്റും കൊണ്ട് പ്രയാസപ്പെടുന്നവർ ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. إن شاء الله എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.